ഹലോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഹോളിഡേ ട്രിപ്പ് രാജസ്ഥാനിലേക്കായിരുന്നു. വീട്ടിൽ നിന്നൊരു ക്യാബ് വിളിച്ച് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലെത്തി. പുറത്തുനിന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് അകത്ത് കടന്നു. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടൊക്കെ ചുറ്റി നടന്ന് കണ്ടു. കുറേ ഭംഗിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറേ കടകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. ഡൊമസ്റ്റിക് ടെർമിനൽ ആയതുകൊണ്ടായിരിക്കാം. നൈക്കയുടെ ഷോപ്പിൽ കയറി ഒരു ലിപ് ബാമൊക്കെ വാങ്ങി. കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ KFCയിൽ കയറി സ്നാക്സൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും ഗേറ്റ് തുറക്കാനുള്ള സമയമാവാറായി. പിന്നെ നമ്മുടെ ബസ് വന്നു. ബസ്സിൽ കയറി നമ്മുടെ ഫ്ലൈറ്റ് നിൽക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് അവർ നമ്മളെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. എന്നിട്ട് നമ്മുടെ സ്ഥലത്ത് പോയിരുന്നു. കൊച്ചിയിൽ നിന്ന് 1:40 ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ കയറിയത്. ഹൈദരാബാദ് കണക്ഷനായിരുന്നു. 3 മണിയാകുമ്പോഴേക്കും അത് ഹൈദരാബാദ് എത്തി. പ്ലെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹൈദരാബാദ് എയർപോർട്ട് ചുറ്റാൻ തുടങ്ങി. കൊച്ചി എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കടകൾ. എന്ത് രസമായിട്ടാ കടകളൊക്കെ വെച്ചിരിക്കണം. 2 മണിക്കൂറിലധികം ലേ ഓവറിലുകൊണ്ട് തന്നെ എയർപോർട്ട് വിശദമായി ചുറ്റി നടന്ന് കണ്ടു. കാണാൻ ഒരുപാടുള്ളതുകൊണ്ട് ബോറടി ഉണ്ടായിരുന്നില്ല. 5:50 ഫ്ലൈറ്റിലകത്ത് കയറി. സൺസെറ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ച്, പക്ഷേ സൺസെറ്റ് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഞങ്ങളിരുന്ന ജനലിൻ്റെ സൈഡ് ഫുൾ ഇരുട്ടും അപ്പുറത്തെ സൈഡിലെ ജനൽ ഫുള്ളൊരു റെഡ് ഓറഞ്ച് കളറിൽ, രാവിലെ പോലെ ആ സൈഡിൽ, ഈ സൈഡിൽ രാത്രി പോലെ. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, പക്ഷെ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. 8 മണിയായപ്പോഴേക്കും നമ്മൾ ജയ്പൂർ എയർപോർട്ടിലെത്തി. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡ്രൈവർ പപ്പു സിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയം കളിയില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് പത്രിക ഗേറ്റ് കാണാനായിരുന്നു. ഈ കാണുന്നതാണ് പത്രിക ഗേറ്റ്. ഈ ഗേറ്റിന് അധികം പഴക്കമൊന്നുമില്ല. രാജസ്ഥാൻ്റെ ഒരു റിച്ച് ഹിസ്റ്ററി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി 2016 ഇത് പണി കഴിഞ്ഞത്. പിന്നീട് നമ്മൾ പോയത് ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിലേക്കായിരുന്നു. വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ആൽബർട്ടിൻ്റെ പേരാണ് മ്യൂസിയത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ മ്യൂസിയത്തിൽ ഇപ്പോഴും ഒരു ഈജിപ്ഷ്യൻ മമ്മീനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിലാണ്. രാത്രിയായി ഇത് അടച്ചു, പക്ഷെ എന്നാലും നമ്മൾ വെറുതെ പുറത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ പുറത്തുനിന്ന് കണ്ടു. നല്ല രസമുണ്ട്. ഭയങ്കര തണുപ്പൊന്നുമില്ല, സാധാരണ ഒരു തണുപ്പ് തന്നെയുള്ളൂ. അങ്ങനെ ഭയങ്കര തണുപ്പ്, അങ്ങനെ തണുപ്പൊന്നുമില്ല ഇവിടെ. മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഹവാമഹലിൻ്റെ അടുത്തേക്ക് പോയി. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കടകളാണ്. വസ്ത്രങ്ങളും കമ്മലുകളും വളയും മാലയും ഒക്കെ വെക്കുന്ന കളർഫുള്ളായ കുറേ കടകൾ. അവിടെയൊക്കെ ബസാറുകളാണ്. ഹവാമഹലിൻ്റെ അടുത്തായിട്ട് തന്നെ ജോഹരി ബസാർ, ബാപ്പു ബസാർ, ട്രൈപ്പുള്ള ബസാർ എന്നിങ്ങനെ ഒരുപാട് ബസാറുകളും കടകളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഹവാമഹലിൽ ഇരിക്കുകയാണ്. ഹവാമഹൽ കണ്ടിട്ട് ഹോട്ടലിലേക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. അവിടെ ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം 10-10:30 ആവാറായി. കിട്ടുമെന്ന് അവിടെ പോയിട്ട് നോക്കാം. ഹോട്ടലിൽ നിന്ന് കിട്ടിയ ചോറും ചപ്പാത്തിയും ദാലും പനീറും ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അടുത്ത ദിവസത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോസിലിടാം.